പിന്നെ ജയൻ സാർ മരിച്ചതിന് ശേഷം ഞാൻ പിന്നെ ആ സ്വന്തമായിട്ട് തന്നെ അഭിനയിച്ച ആദ്യ സിനിമ ശാപമോക്ഷം മുതൽ കൂളിളക്കം വരെ കോർത്തിണയ്ക്ക് ഒരു ചങ്ങല രൂപത്തിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിവിടെ നമുക്കൊന്ന് കേൾക്കാം. അതിവിടെ പറയാൻ പോവുകയാണ്. തീർച്ചയായിട്ടും. അനേശ്വരനായ താരം ശാപമോക്ഷത്തിൽ കൂടി പുതിയ വെളിച്ചം കാണുവാൻ ആവേശത്തോടെ ഇരുമ്പടികൾ ചാടി അങ്ങാടിയിൽ വന്നു. മൂർഖനെ ഭയന്ന് കാന്തവലയത്തിൽ കുടുങ്ങി കരിമ്പനിയിൽ കയറിയിരുന്ന അങ്കക്കുറി വരച്ചു താഴെ ഇറങ്ങിയപ്പോൾ മാമാങ്കം കണ്ടു. പാലാട്ട് കുഞ്ഞിക്കണ്ണൻ അടവുകൾ 18 എടുത്തും കൊണ്ട് ഹേമന്ത രാത്രിയിൽ ശത്രു സംഹാരത്തിനു വേണ്ടി കണ്ണപ്പനുണ്ണി തച്ചോളി അമ്പുവിനെ വഹവരുത്തുന്നതിനായി ചന്ദ്രഹാസമെടുത്ത മറ്റൊരു കർണൻ കടത്തനാട്ടുമാക്കത്തിനെ ഏൽപ്പിച്ചു. 2 ലോഹം കണ്ട 2 പെൺകുട്ടികളെ അവകാശം പറഞ്ഞ് ഇത്തിക്കരെ പറ്റി രാത്രികൾ നിനക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് മിടുക്കി പൊന്നമ്മയെ തടവറയിലാക്കി. അതുവഴി വന്ന മല്ലനും മാധവനും പാൽക്കടൽ കിടന്ന് രാവിലമ്മയെ കണ്ട അഗ്നിപുഷ്പം കൊണ്ട് മാലയാർത്തി മധുരം തിരുമധുരം നേരിച്ചുകൊണ്ട് പുഷ്യതാകത്ത് അഞ്ജലി ദേവിച്ചു കൊടുത്തു. സന്ധ്യരാഹം കഴിഞ്ഞപ്പോൾ മധുരോത്സവം തുടങ്ങി. സർപ്പം പാട്ടിനായി ലവ് ഇൻ സിംഗപ്പൂരിൽ നിന്നും പട്ടാളം ജാനകിയെ വരുത്തി. അസ്തമയം കഴിഞ്ഞപ്പോൾ ഇതാ ഒരു മനുഷ്യൻ വന്നു. ഒരു രാഗം പല താളമായി. അത് അവനോ അവളോ അവളൊരു ദേവാലയം തന്നെ. അതുകൊണ്ട് അഭിനിവേശത്തോടെ രാജരാജാമ്പരുടെ രാജാങ്കണം പഞ്ചമി നാളിൽ മഹബർഗ മങ്കയ്ക്ക് സമ്മാനിച്ചു. തുച്ചാത്തിക്കുട്ടപ്പൻ കൽപ്പവൃക്ഷം മുറിക്കുവാനായി പോയപ്പോൾ ആനപ്പാച്ചൻ ചോദിച്ചു, എവിടേക്കാണ്? ഇതാ ഇവിടെ വരെ, അമൃതവാഹിനിയുടെ വീട് വരെ. കന്യക സൂത്രക്കാരിയാണ്, അവൾക്ക് സ്നേഹിക്കുന്ന സമയം ഇപ്പോൾ ശുക്രദശയാണ്. ലിസി ഏതോ ഒരു സ്വപ്നം കണ്ട് മുക്കുവിനെ സ്നേഹിച്ച ഭൂതമായി മാറി. അനുഭൂതിയുടെ നിമിഷങ്ങൾ കൊണ്ട് അവൾ കണ്ട ലോകത്തേക്ക് പോയി. കാത്തിരുന്ന നിമിഷങ്ങളുമായി ഈ മനോഹര തീരത്തിരുന്നു കൊണ്ട് പറഞ്ഞു, ഇവനെന്റെ പ്രിയപുത്രനാണ്, അവനെ ഓർക്കോ വല്ലപ്പോഴും. ആദ്യ പാഠത്തിലെ അച്ചാരാമണി ഓശാരഓമൻ അടിമ കച്ചവടത്തിനായി പ്രഭുവിനെ കാണുവാൻ സ്നേഹജമിനാട് തീരത്തിരുന്നു. അതുവഴി വന്ന രതിമന്മകൻ കാൽമവേനുവിന്റെ വെയിറ്റോനെ മറന്നപ്പോൾ അനുപല്ലവി പറഞ്ഞു, ഇവിടെ കാറ്റിന് സുഗന്ധം, അതുകൊണ്ട് കൈവരികൾ പിരിയാം. അല്ലെങ്കിൽ വേനലിൽ ഒരു മഴ കൊണ്ട് ഇനിയും പുഴയൊഴുകും. അതുകൊണ്ട് അന്തപുരത്തിലേക്ക് പോകാമെന്ന് വെള്ളയാണി പരമു പറഞ്ഞു. ചുവന്ന ചിറകൾ കൊണ്ട് കഴുകൻ പറഞ്ഞ് ശിഖരങ്ങളിലിരിക്കുന്ന മനുഷ്യമൃഗത്തിനെ പിടിക്കുവാനായി ദൈവം തളിച്ച് നായാട്ടിനായി ഇടിമുഴക്കത്തോടെ പോയപ്പോൾ സഞ്ചാരികളായ പഞ്ചപാണ്ഡവന്മാർക്ക് മോചനം കൊടുക്കുവാൻ സാധ്യതയുടെ ശാഖല കണ്ട് മീനും വാങ്ങി ജയിക്കാനായി ജയിച്ചവൻ ആക്രമണം കണ്ട ശക്തിയോടെ തീർന്നാങ്ങളെ ഗ്രഹപ്പെട്ട് എന്റെ ശത്രുക്കളെ രക്ഷിക്കുവാനായി അഭിനയത്തോടെ വെറുസുവാസം വന്ന് കൂട്ടാത്ത കൂട്ടുകൊടുന്നു. ചരവന്തരക്കാരൻ അത്തി ശരവെടുത്ത് വെള്ളരും കെട്ടാൽ അവരുടെ ഓർമ്മകൾ മരിക്കുമോ? അല്ലാത്തേനോട് കരിവുറുള്ള ജീവിതങ്ങൾ അറിയപ്പെടാത്ത രഹസ്യമായി മാറിയ മാത്തുസാറ്റി കോളിളക്കത്തിൽ വിരിഞ്ഞ പൂക്കൾ എന്നേക്കുമായി കൊഴിഞ്ഞുപോയി. ഇനി അത് ഒരിക്കലും ഉണരുകയിൽ ഇതാണ്ടല്ലോ വിധി. അനീശ്വരനായി ജയൻ അഭിനയിച്ച ചിത്രങ്ങൾ മാത്രം